മിററിൽ നോക്കി സംസാരിക്കാനായിട്ട് അടുത്തതായിട്ട് വിളിക്കുന്നത് അനിമോളെയാണ്. അപ്പോൾ അനിമോൾ വന്നു കഴിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, 100 ദിവസത്തെ യാത്രയിൽ ഫൈനൽ 5-ൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ അനിമോൾക്ക് സ്വയം അഭിമാനിക്കാം എന്ന് ബിഗ് ബോസ് പറയുന്നു. ഒരുപാട് അനിമോൾ ഉള്ളുരുകി കരഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ പരിഹാസത്തിൽ കരയാൻ പറ്റാത്ത അവസരം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മനസ്സ് തുറക്കാൻ പറ്റാത്ത ഒരുപാട് അവസരം ഉണ്ടായിട്ട് രാത്രി കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരാളെങ്കിലും ഒന്ന് തുറന്നു പറയാൻ പറ്റിയ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ആ സമയങ്ങളിൽ കൺഫെഷൻ റൂമിൽ വന്ന് ബിഗ് ബോസിനോട് മനസ്സ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതേ ബിഗ് ബോസ് എന്ന് പറയുന്നു. ഇനിയിപ്പം സ്വയം മനസ്സ് തുറന്ന് ഈ പ്രതിബിംബത്തോട്, അതായത് അനിമോളുടെ കണ്ണാടി നോക്കിയിട്ട് അനിമോൾക്കുള്ള കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാനും അതിന് ആശംസ നേരാനും ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ അനിമോൾ പറയുന്നു, അങ്ങനെ അനിമോൾ കണ്ണാടി നോക്കി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഫൈറ്റ് ചെയ്തുമാണ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പേരെ നേരിട്ട് ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ സ്വയം പ്രൗഡ് തോന്നുന്നു. ഇനി എൻ്റെ ജീവിതയാത്രയിൽ എത്ര പ്രതിസന്ധി വന്നാലും അത് നേരിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ ഒരിക്കലും തളരത്തില്ല. ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഏതൊരു പ്രതിസന്ധിയിലും ഞാൻ പിടിച്ചു നിൽക്കും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 25 പേരായിട്ട് വന്നിട്ട് ഇപ്പോൾ 6 പേരായിട്ട് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ 6 പേരും ഭാഗ്യമുള്ളവരാണ്. അതിന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെത്തിയത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇവിടം വരെ എത്തിയതിൽ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ 26 കണ്ടസ്റ്റൻസും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയത്. ഇവിടം വരെ എത്തി നിൽക്കാൻ കാരണവും പ്രേക്ഷകരാണ്. പ്രേക്ഷകരുടെ സപ്പോർട്ട് ഒറ്റ ഒരു കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇനി ആര് വിന്നറായാലും അത് ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എന്നെപ്പോലെ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. എന്നിട്ട് ബിഗ് ബോസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എന്താ അനിമോൾ പറയൂ എന്ന് പറയുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കരയത്തില്ലെന്ന്. പക്ഷേ എനിക്ക് അതിന് പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടം വരുന്നു. എനിക്കിവിടെ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യാതിരിക്കേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു പ്രശ്നങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഉണ്ടായാലും ഞാൻ അതെല്ലാം നേരിടും. ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിന്നാണ് ഇവിടം വരെ എത്തിയത്. എനിക്ക് പ്രൗഡ് തോന്നുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, അതല്ലേ വേണ്ടത്. ബിഗ് ബോസ് പറയുന്ന അനിമോൾക്ക് വേണ്ടി തന്നെ ഒരു ആശംസ നേരൂ. അനിമോൾക്ക് നല്ലതേ വരത്തുള്ളൂ, നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് ബിഗ് ബോസ് അനിമോളോട് പറയുന്നു. ആരോടും ഇങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് സംസാരിക്കാൻ വന്നിട്ട് പകുതിക്ക് ബിഗ് ബോസ് മതി, ആശംസ നേർന്നിട്ട് പോകാനാണ് പറഞ്ഞത്. കാരണം ബിഗ് ബോസും കാണുന്നതല്ലേ, ഈ 100 ദിവസം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തും ഒരുപാട് പേര് പിന്നിൽ നിന്നും കുത്തിയിട്ടും പിടിച്ചു നിന്ന ഒരു പെൺകുട്ടി. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിന് തന്നെ അറിയാം. അതാണ് ബിഗ് ബോസ് ലാസ്റ്റ് ആശംസയും നേർന്ന് സമാധാനപ്പെടുത്തിയിട്ടാണ് അനിമോള അവിടെ നിന്ന് വിട്ടത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.